ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ്. അവിടെ ടാസ്ക് നടക്കുന്നു. കാർ ടാസ്ക്. എല്ലാവരും കേറി കാറിനകത്തിരിക്കുന്നു. അങ്ങനെ നിവിൻ പുറത്തായിട്ടുണ്ട്. നിവിനെ അക്ബർ കാര്യമായിട്ട് തള്ളി അങ്ങ് പുറത്ത് അടിച്ചിട്ടുണ്ട്. നിവിനാണെങ്കില് പിന്നെ അവിടെ എന്തോ ചെയ്യുന്നതെന്ന് അറിയാം. അവിടെ ഇരിക്കുന്ന ഫുഡെല്ലാം തിന്ന് തീർക്കുകയാണ്. കിച്ചണിൽ പോയി ഐസ്ക്രീമും മറ്റുമൊക്കെ എടുത്തുകൊണ്ട് വന്ന് പുള്ളിക്കാരൻ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുക. നല്ല ടാസ്ക് നടക്കുമ്പോൾ പുള്ളിക്കാരൻ അവിടെ നിന്ന് ഐസ്ക്രീമോ യോഗട്ടോ ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ ഈ കാറിന്റെ സൈഡിൽ വന്ന് കസേര എടുത്തിട്ട് അവിടെ വന്നിരുന്ന് ഫുഡും കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെന്താ വേണം? അല്ലേ? എന്തായാലും അവസരം നല്ല ഭംഗിയായിട്ട് മുതലാക്കുന്നുണ്ട്. ആ വീട്ടിൽ എന്തൊക്കെ തിന്നുന്ന സാധനമുണ്ടോ അതെല്ലാം ഇന്നിപ്പോ തീർത്ത് തരുന്നതായിരിക്കും. അതിൽ മാത്രം ഒരു കുറവില്ലല്ലോ. തിന്നാൻ മാത്രമല്ല അതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ കണ്ടന്റ് എന്നും പറഞ്ഞ് കുറേ ചളി അടിക്കുന്ന സ്വഭാവം. അതും ചളിയെന്ന് പറയുന്നത് നല്ല രീതിയിൽ വർത്തമാനം പറ, അങ്ങനല്ല വർത്തമാനം പറയുന്നത്. വെറും റോങ് ആയിട്ടുള്ള കാര്യങ്ങളാ പറയുന്നത്. ഒരു മനുഷ്യനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള. അതും അനുമോളുടെ പിന്നാലെ നടക്കും, ഷാനവാസിന്റെ പിന്നാലെയും നടക്കും. ആദിലും നൂറയും നല്ല പേടിയാണ് നിവിന്. നിവിന് ആദിലും നൂറയുടെ അടുക്കാൻ പറഞ്ഞ നല്ലത് കിട്ടുമെന്ന് നിവിന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് നിവിൻ എന്നാ ചെയ്യും? അനുമോളും ഷാനവാസിന്റെ പിന്നാലെ മാത്രമേ നിവിൻ നടക്കത്തുള്ളൂ. അവിടെ മാത്രമേ നിവിന്റെ കളി നടക്കത്തുള്ളൂ. ആദിലെ നൂറെ എടുക്കെ നിവിൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞതുകൊണ്ട് അപ്പൊ തന്നെ നിവിന്റെ വായടയ്ക്കുന്ന രീതിയിലുള്ള വർത്തമാനം നൂറെ നൂറെ ആദിലും കൊടുക്കും. നൂറെ ആദിലെ നല്ല ഭയമാണ് നിവിന്. എന്തായാലും പുള്ളിക്കാരൻ അവിടെ നല്ല പോലെ ഫുഡും കഴിച്ച് അടിച്ചു പൊളിച്ച് അവിടെ നിൽക്കുന്നുണ്ട്.